ഹായ് സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിൽ ക്ലൈംബിംഗ് അൽഗോരിതത്തെ കുറിച്ചാണ്. ഹിൽ ക്ലൈംബിംഗ് അൽഗോരിതം ഇതെന്ന് പറയുന്നത് ഒരു ലോക്കൽ സെർച്ച് അൽഗോരിതമാണ്. ഇതിൻ്റെ പേര് പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ ഒരു മൗണ്ടൻ കൺസിഡർ ചെയ്താൽ അതിൻ്റെ പീക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഏത് ഡയറക്ഷനാണ് എടുക്കേണ്ടത്? ആ ഡയറക്ഷനിലേക്ക് കണ്ടിന്യൂസ്ലി മൂവ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിൻ്റെ ബെസ്റ്റ് സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഡയറക്ഷനിലേക്ക് ഏത് ഡയറക്ഷനിൽ നിന്നാണോ കിട്ടാൻ പോണത് അത് അനുസരിച്ച് ആ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു പീക്ക് വാല്യൂയിൽ എത്തി, അതായത് ഇപ്പം നിൽക്കുന്ന ഒരു സ്റ്റേറ്റ്, ആ സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് അതിൻ്റെ നൈബേഴ്സിനെയൊക്കെ നോക്കുമ്പോൾ ആ നൈബേഴ്സിനേക്കാളും ഹയർ വാല്യൂ ആണ് ഇതിനുള്ളതെങ്കിൽ അപ്പോൾ വെച്ച് ഈ അൽഗോരിതം ടെർമിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് നിങ്ങൾക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ഈ ഹിൽ ക്ലൈംബിംഗ് അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമുക്ക് ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം ഒക്കെ ഒരു എക്സാമ്പിളായിട്ട് പറയാം. ഇത് ഇപ്പോൾ ഒരു സെയിൽസ്മാൻ ഉണ്ടെങ്കിൽ ആ സെയിൽസ്മാൻ കുറേ സ്ഥലത്തൊക്കെ പോകണം. അപ്പോൾ എത്ര ഡിസ്റ്റൻസ് സെയിൽസ്മാൻ ട്രാവൽ ചെയ്തു ആ ഓരോരോ പർട്ടിക്കുലർ പ്ലേസുകളെ റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ ഡിസ്റ്റൻസ് മിനിമൈസ് ചെയ്ത് ഏറ്റവും കുറച്ച് ദൂരം കവർ ചെയ്ത് ഒരുപാട് ആ സെയിൽസ്മാൻ്റെ ഗോളായിട്ടുള്ള ലൊക്കേഷനിൽ എത്തിച്ചേരണം. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ഹിൽ ക്ലൈംബിംഗ് അൽഗോരിതം യൂസ് ചെയ്യാം. ഇതെന്ന് പറയുന്നത് ഗ്രീഡി ലോക്കൽ സെർച്ച് ആണ്. എന്താ ഗ്രീഡി അപ്രോച്ചിൻ്റെ പ്രത്യേകത? അതായത് അതിൻ്റെ ഗോൾ സ്റ്റേറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഓരോ നൈബർ സ്റ്റേറ്റിലേക്കും അതിനെ കമ്പയർ ചെയ്യാൻ നേരത്ത് നിങ്ങൾ മൂവ് ചെയ്യാൻ നേരത്ത് ഏതാണ് ഇപ്പം നിൽക്കുന്ന പൊസിഷനിൽ നിന്നും ബെസ്റ്റ് പൊസിഷൻ ഏതാണോ ഇപ്പം നോക്കുമ്പം ആ പൊസിഷനിലേക്കാണ് അത് ട്രാവൽ ചെയ്യുന്നത്. ചിലപ്പം അത് ലോക്കലി അത് ബെസ്റ്റ് പൊസിഷൻ ആയിരിക്കാം, പക്ഷേ അതിനേക്കാൾ നല്ല പൊസിഷൻ വരെ ഉണ്ടാവാം. എങ്കിൽ പോലും ഗ്രീഡി ലോക്കൽ സെർച്ചിൽ ഇപ്പോൾ ഒരു പൊസിഷനിൽ നിൽക്കുമെന്ന് വിചാരിച്ചോ. നിൽക്കുമ്പം ആ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് ഏതാണോ ഹയസ്റ്റ് ആയിട്ടുള്ള വാല്യൂ കാണിക്കുന്നതിനേക്കാളും ആ പൊസിഷനിലേക്കാണ് ഈ ഏജൻറ്റ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹിൽ ക്ലൈംബിംഗ് അൽഗോരിതത്തിൻ്റെ നോഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 കമ്പോണൻസ് ഉണ്ട്, സ്റ്റേറ്റും വാല്യൂവും. ഈ ഹിൽ ക്ലൈംബിംഗ് ഒക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ഹെറിസ്റ്റിക് അവൈലബിൾ ആകുന്ന കേസിലാണ്. ഹെറിസ്റ്റിക് എന്ന് പറയുമ്പോൾ എന്താണ്? ഇതെന്ന് പറയുമ്പം എന്താണ് സ്റ്റേറ്റ് സ്പേസിനെ പറ്റിയുള്ള നോളജുകളാണ്. അതായത് ഇപ്പം ഗോൾ സ്റ്റേറ്റിൽ നിന്നും എത്ര ദൂരം ആയിരിക്കും, പിന്നെ ഇപ്പോഴുള്ള പൊസിഷനിലുമായിട്ട് എത്ര ദൂരം ഉണ്ട് എന്നൊക്കെ ഉള്ള ഇല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള നോളജാണ് ഹെറിസ്റ്റിക് നോളജ് ഉദ്ദേശിക്കുന്നത് ഇവിടത്തെ കേസിൽ. മാത്രമല്ല ഇവിടെ ഈ അൽഗോരിതത്തിൽ ട്രീയെയോ ഗ്രാഫിനെയോ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യുകയോ ഹാൻഡിൽ ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോഴും ഒരു സിംഗിൾ കറണ്ട് സ്റ്റേറ്റിനെ മാത്രമേ ഇത് കീപ്പ് ചെയ്യുകയുള്ളൂ. ഇപ്പോൾ ഒരു കറണ്ട് സ്റ്റേറ്റിൽ നിൽക്കുന്നു, ആ കറണ്ട് സ്റ്റേറ്റിൽ നിന്നും നൈബർ സ്റ്റേറ്റിലെ വാല്യൂസ് ഒക്കെ ചെക്ക് ചെയ്യുന്നു, ലോക്കൽ ചെക്ക് ചെയ്യുന്നു, ഇതിൽ ഏതാണ് ബെസ്റ്റ് എന്ന് നോക്കുന്നു. അതിൽ ബെസ്റ്റ് ആയിട്ടുള്ള നൈബർ സ്റ്റേറ്റ് നോക്കിയിട്ട് ബെസ്റ്റ് എന്ന് മനസ്സിലായപ്പം ആ നൈബർ സ്റ്റേറ്റിൻ്റെ പിന്നെ കറണ്ട് സ്റ്റേറ്റ് ആക്കുന്നു. അങ്ങനെയാണ് ഈ ഹിൽ ക്ലൈംബിംഗ് അൽഗോരിതം എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഹിൽ ക്ലൈംബിംഗ് അൽഗോരിതത്തിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. 3 മെയിൻ ഫീച്ചേഴ്സിനെ പറ്റി പറയാം: ജനറേറ്റ് ആൻഡ് ടെസ്റ്റ് വേരിയൻറ്റ്, ഗ്രീഡി അപ്രോച്ച്, നോ ബാക്ക് ട്രാക്കിംഗ്. ജനറേറ്റ് ആൻഡ് ടെസ്റ്റ് വേരിയൻറ്റ്. അപ്പോൾ ഹിൽ ക്ലൈംബിംഗ് എന്ന് പറയുന്നത് ജനറേറ്റ് ആൻഡ് ടെസ്റ്റ് മെത്തേഡിൻ്റെ ഒരു വേരിയൻ്റ് ആണെന്ന് പറയാം. ജനറേറ്റ് ആൻഡ് ടെസ്റ്റ് മെത്തേഡിൻ്റെ പ്രത്യേകത എന്താണ്? അതൊരു ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. എന്നിട്ട് ഈ ഫീഡ്ബാക്കിൻ്റെ ബേസിസിലാണ് സെർച്ച് സ്പേസിൽ ഏത് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യണം എന്നുള്ള ഡിസിഷൻ എടുക്കുന്നത്. ഗ്രീഡി അപ്രോച്ച് ഇവിടെ എന്ന് പറയുമ്പോൾ ഏത് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്താലാണ് കോസ്റ്റ് ഒപ്റ്റിമൈസ് ആകുന്നത് ആ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു ഈ ഹിൽ ക്ലൈംബിംഗ് അൽഗോരിതം സെർച്ച്. ഇനി നോ ബാക്ക് ട്രാക്കിംഗ് എന്ന് പറയുമ്പോഴോ സെർച്ച് സ്പേസിനെ ഒന്നും ഇത് ബാക്ക് ട്രാക്ക് ചെയ്യുന്നില്ല. മാത്രമല്ല പ്രീവിയസ് സ്റ്റേറ്റ്സിനെ ഒന്നും ഇത് റിമെമ്പർ ചെയ്യുന്നുമില്ല. അപ്പോൾ ഈ ഹിൽ ക്ലൈംബിങ്ങിൻ്റെ സ്റ്റേറ്റ് സ്പേസ് ഡയഗ്രാമിനെ പറ്റി നമുക്ക് നോക്കാം. അപ്പോൾ ഒരു സ്റ്റേറ്റ് സ്പേസ് ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് ഈ ഹിൽ ക്ലൈംബിംഗ് അൽഗോരിതത്തെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു ഗ്രാഫിൽ അൽഗോരിതത്തിലുള്ള വലിയ സ്റ്റേറ്റ്സുകൾ
ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു കോസ്റ്റ് ഇവയൊക്കെയും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വൈ ആക്സിസിൽ നമ്മൾ ഫംഗ്ഷനെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആവാം, കോസ്റ്റ് ഫംഗ്ഷൻ ആവാം. അതുപോലെ എക്സ് ആക്സിസിൽ നമ്മൾ സ്റ്റേറ്റ് സ്പേസിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ വൈ ആക്സിസിലുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോസ്റ്റ് ആണെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഗോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്ലോബൽ മിനിമം അല്ലെങ്കിൽ ലോക്കൽ മിനിമം കണ്ടുപിടിക്കുക എന്നതാണ്. ഇത് നമ്മുടെ വൈ ആക്സിസിലുള്ളത് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആണെങ്കിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് ഗ്ലോബൽ മാക്സിമം, ലോക്കൽ മാക്സിമം കണ്ടുപിടിക്കാനൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തതായി അതിൻ്റെ ഒരു ഫിഗർ നോക്കാം. ഓക്കെ, ഇവിടെ എന്താണ് ഉള്ളത്? എക്സ് ആക്സിസിൽ സ്റ്റേറ്റ് സ്പേസ് ഉണ്ട്, വൈ ആക്സിസിൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ട്, പിന്നെ കറണ്ട് സ്റ്റേറ്റ് ഉണ്ട്, ലോക്കൽ മാക്സിമ, ഫ്ലാറ്റ് ഓർ ലോക്കൽ മാക്സിമ, ഗ്ലോബൽ മാക്സിമ. അപ്പോൾ നമുക്കിത് ഓരോന്നൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ. ഡിഫറെൻറ്റ് റീജിയൻസ് ഇൻ സ്റ്റേറ്റ് ലാൻഡ്സ്കേപ്പ്, സ്പേസ് ലാൻഡ്സ്കേപ്പ്. ലോക്കൽ മാക്സിമ. ലോക്കൽ മാക്സിമം എന്ന് പറയുമ്പോൾ ഇതൊരു സ്റ്റേറ്റ് ആണ്. അതായത് ഈ പർട്ടിക്കുലർ സ്റ്റേറ്റിൽ ഇത് എന്ന് പറയുന്നത് അതിൻ്റെ നൈബർ സ്റ്റേറ്റിനേക്കാളും എല്ലാം ബെറ്റർ ആയിരിക്കും. പക്ഷെ അതിനേക്കാളും ഒരു ബെസ്റ്റ് ഒപ്റ്റിമൽ സൊല്യൂഷൻ ആയിരിക്കും ആ ഇപ്പം നിൽക്കുന്ന സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഈ സ്റ്റേറ്റിനേക്കാളും ഹയർ ആയിട്ടുള്ള വേറൊരു സ്റ്റേറ്റ് ഇവിടെ ഉണ്ടായിരിക്കും. നമുക്ക് ഫിഗർ തന്നെ നോക്കാം അല്ലേ. ഇവിടെ കണ്ട ലോക്കൽ മാക്സിമം. അപ്പോൾ ഈ ഒരു ഏജന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഏജന്റ് ഈ പൊസിഷനിൽ നിൽക്കുവാണ്. അപ്പോൾ ഈ ഏജന്റ് നോക്കുമ്പോൾ ഇതിന് നൈബറിൻ്റെ വാല്യൂസ് എന്നൊക്കെ പറയുന്നത് അത് നിൽക്കുന്ന പൊസിഷനേക്കാളും എന്താണ് കുറഞ്ഞ വാല്യൂ ആണ്. അപ്പോൾ ഇവർ ഹയസ്റ്റ് പീക്കിൽ പോകണമെന്നാണല്ലോ ഇവിടെ ഇപ്പോൾ പറയുന്ന കണ്ടീഷനിൽ ഈ ഏജന്റിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഏജന്റ് വിചാരിക്കും ഏജന്റ് നിൽക്കുന്നതാണ് ഹയസ്റ്റ് പൊസിഷനിൽ നിന്ന്. പക്ഷേ ഏജന്റ് ഹയസ്റ്റ് പൊസിഷനിലാണോ? ഈ ഗ്ലോബൽ മാക്സിമം ഈ പൊസിഷനല്ലേ ഹയസ്റ്റ് പൊസിഷൻ. ഇനി ഗ്ലോബൽ മാക്സിമം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? സ്റ്റേറ്റ് സ്പേസ് ലാൻഡ്സ്കേപ്പിലെ ബെസ്റ്റ് പോസിബിൾ സ്പേസ് സ്റ്റേറ്റ്. അപ്പോൾ അതാണ് ഗ്ലോബൽ മാക്സിമം. ഇതിന് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ ഹയസ്റ്റ് വാല്യൂ ഉണ്ട് അല്ലേ. നോക്കി ഫിഗറിൽ കണ്ട ഗ്ലോബൽ മാക്സിമം ഹയസ്റ്റ് വാല്യൂ ആണ്. ഇതിനേക്കാൾ ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പീക്കുകൾ ഇവിടെ ഇല്ല. അടുത്തതാണ് കറണ്ട് സ്റ്റേറ്റ്. എവിടെയാണോ ഏജന്റ് കറൻ്റ്ലി പ്രസന്റ് ചെയ്യുന്ന അതാണ് ലാൻഡ്സ്കേപ്പ് ഡയഗ്രാമിലെ കറണ്ട് സ്റ്റേറ്റ്. ഫ്ലാറ്റ് ലോക്കൽ മാക്സിമ ഇവിടെ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? അതായത് ഇതെന്ന് പറഞ്ഞൊരു ഫ്ലാറ്റ് സ്പേസ് ആണ് ലാൻഡ്സ്കേപ്പിൽ. അതായത് ഇവിടെ എല്ലാ നൈബേഴ്സിനും കറണ്ട് സ്റ്റേറ്റിൻ്റെ അടുത്തുള്ള എല്ലാ നൈബേഴ്സിനും സെയിം വാല്യൂസ് ആയിരിക്കും. അതായത് ഇപ്പം ഈ ഫിഗർ കണ്ട ഇവിടെ ഈ പർട്ടിക്കുലർ പൊസിഷനിലാണ് നമ്മുടെ കറണ്ട് സ്റ്റേറ്റ് നിൽക്കുന്നതെങ്കിൽ അതിന് എല്ലാ നൈബേഴ്സിനും സെയിം വാല്യൂസ് ആയിരിക്കും. അപ്പോൾ എങ്ങോട്ട് ഈ മൂവ് ചെയ്യണം ഒരു സൊല്യൂഷൻ കിട്ടാൻ വേണ്ടി എന്നുള്ളൊരു ഐഡിയ അൽഗോരിതമിന് കിട്ടുകയില്ല. അങ്ങനെ ബെസ്റ്റ് സൊല്യൂഷന് എത്താതെ പോവുകയും ചെയ്യും. ഷോൾഡർ ഇതെന്ന് പറയുന്നൊരു പ്ലാറ്റ്യൂ റീജിയൻ ആണ്. ഇതിനൊരു അപ്പ് ഹിൽ എഡ്ജ് ഉണ്ട്. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹിൽ ക്ലൈംബിംഗ് അൽഗോരിതം എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിൻലി 3 ടൈപ്പ് ഉണ്ടെന്ന് പറയാം. സിമ്പിൾ ഹിൽ ക്ലൈംബിംഗ്, സ്റ്റീപ്പസ്റ്റ് അസെൻഡ് ഹിൽ ക്ലൈംബിംഗ്, സ്റ്റൊക്കാസ്റ്റിക് ഹിൽ ക്ലൈംബിംഗ്. ഓക്കെ, ഈ സിമ്പിൾ ഹിൽ ക്ലൈംബിംഗ് എന്താണെന്ന് നോക്കാം ആദ്യം തന്നെ. ഹിൽ ക്ലൈംബിംഗ് അൽഗോരിതത്തെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു സിംപ്ലസ്റ്റ് വേ ആണ് സിമ്പിൾ ഹിൽ ക്ലൈംബിംഗ്. ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ ഓരോ നൈബർ നോഡ് സ്റ്റേറ്റിനെയും ഇവാലുവേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇപ്പോഴത്തെ കോസ്റ്റ് ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് പറ്റുന്ന ആർക്കാണോ പറ്റുന്ന ആ ഫസ്റ്റ് സ്റ്റേറ്റിനെ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് അതിനെ കറണ്ട് സ്റ്റേറ്റ് ആക്കി മാറ്റുന്നു. അപ്പോൾ ഇതെപ്പോഴും അതിൻ്റെ സക്സസ് സ്റ്റേറ്റ്, അതിന് മുന്നിലുള്ള സ്റ്റേറ്റിനെ മാത്രമേ കൺസിഡർ ചെയ്യുകയുള്ളൂ. ഇത് കറണ്ട് സ്റ്റേറ്റിനേക്കാളും എന്നിട്ട് ഒരു സക്സസ് സ്റ്റേറ്റിലെത്തി, എന്നിട്ട് ആ സക്സസ് സ്റ്റേറ്റ് ഇപ്പോൾ കറണ്ട് സ്റ്റേറ്റ് ആക്കി. അതായത് ഇപ്പോൾ ഒരു കറണ്ട് സ്റ്റേറ്റ് ഉണ്ട്. ആ കറണ്ട് സ്റ്റേറ്റിനേക്കാളും ഒരു നല്ല ബെസ്റ്റ് സ്റ്റേറ്റ് ആണ് സക്സസ് സ്റ്റേറ്റ് എങ്കിൽ ആ സക്സസ് സ്റ്റേറ്റ് പിന്നെ കറണ്ട് സ്റ്റേറ്റ് ആക്കും.
ഇനി ആ സക്സസർ സ്റ്റേറ്റ് ഒരു നല്ല സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇപ്പം ഇരിക്കുന്ന കറണ്ട് സ്റ്റേറ്റ് ഇല്ലേ, അത് ആ സ്റ്റേറ്റ് തന്നെയാണ്, മാറ്റത്തില്ല. അപ്പോൾ ഈ അൽഗോരിതത്തിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലെസ് ടൈം കൺസ്യൂമിങ്, ലെസ് ഒപ്റ്റിമൽ സൊല്യൂഷൻ ആൻഡ് സൊല്യൂഷൻ ഈസ് നോട്ട് ഗ്യാരണ്ടീഡ്. പക്ഷെ സൊല്യൂഷൻ എപ്പോഴും ഗ്യാരണ്ടി ചെയ്യണമെന്നില്ല. കാരണം എന്താണ്, ഇവിടെ ലോക്കൽ മിനിമം, ലോക്കൽ മാക്സിമം, അങ്ങനെ പല പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് അവസാനം പറയാം. അപ്പോൾ എന്താണ് സിമ്പിൾ ഹിൽ ക്ലൈംബിംഗ് അൽഗോരിതം നോക്കാം. അപ്പം ഇപ്പം ഒരു സ്റ്റേറ്റ് നിൽക്കുവാണ്, അതാണ് നമ്മുടെ ഇനിഷ്യൽ സ്റ്റേറ്റ്. ഓക്കെ, ആ ഇനിഷ്യൽ സ്റ്റേറ്റിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. ആ ഇനിഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നതാണോ നമ്മുടെ ഗോൾ സ്റ്റേറ്റ്? അങ്ങനെയാണെങ്കിൽ സക്സസ് എന്ന് റിട്ടേൺ ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക. ഇനി നമ്മൾ നിൽക്കുന്ന നമുക്കൊരു സൊല്യൂഷൻ ഫൈൻഡ് ചെയ്തില്ല, അല്ലെങ്കിൽ ഒരു പുതിയ ഓപ്പറേറ്റർ ഇനി നമ്മൾ ചെക്ക് ചെയ്യാനായിട്ടില്ല എന്നുള്ള കണ്ടീഷൻ വരുന്നത് വരെ, അതായത് ഒരു സൊല്യൂഷൻ ഫൗണ്ട് ആകുന്നത് തൊട്ട്, അല്ലെങ്കിൽ ഒരു പുതിയ ഓപ്പറേറ്റർ നമുക്കിനി അപ്ലൈ ചെയ്യാനില്ല എന്ന കണ്ടീഷന് സാറ്റിസ്ഫൈ ആകുന്നത് വരെ ഈ 3, 4 എന്ന സ്റ്റെപ്സ് ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അതങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളൊരു ഇനിഷ്യൽ സ്റ്റേറ്റിൽ നിൽക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഒരു ഓപ്പറേറ്ററിനെ സെലക്ട് ചെയ്യുകയും അപ്ലൈ ചെയ്യുകയും ചെയ്യുന്നു കറണ്ട് സ്റ്റേറ്റിൽ. ഇനി പുതിയ ന്യൂ സ്റ്റേറ്റ് എങ്ങനെ ചെക്ക് ചെയ്യുന്നത്? ഇപ്പം നിൽക്കുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗോൾ സ്റ്റേറ്റ് ആണെങ്കിൽ നമ്മൾ സക്സസ് റിട്ടേൺ ചെയ്യുകയും ക്വിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി ഒരു സ്റ്റേറ്റ് അതെന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് അത് നമ്മുടെ നൈബറാണ്. ആ പർട്ടിക്കുലർ നൈബർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് സ്റ്റേറ്റിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള സ്റ്റേറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സ്റ്റേറ്റിനെ നമ്മുടെ കറണ്ട് സ്റ്റേറ്റ് ആക്കി കൊടുക്കുന്നു. ഇനി അത് നമ്മുടെ കറണ്ട് സ്റ്റേറ്റ് ബെറ്റർ ആയിട്ടുള്ള സ്റ്റേറ്റ് അല്ല നമ്മുടെ നൈബർ സ്റ്റേറ്റ് എങ്കിൽ പിന്നെയും ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഇപ്പം ഒരു ഇനിഷ്യൽ സ്റ്റേറ്റിൽ നിൽക്കുകയാണ്, ആ ഇനിഷ്യൽ സ്റ്റേറ്റിൽ നിൽക്കാൻ നേരത്ത് നിന്നിട്ട് അതിൻ്റെ നൈബറിങ് ആയിട്ടുള്ള സ്റ്റേറ്റുകളൊക്കെ നോക്കും. അപ്പോൾ ഇപ്പം നിൽക്കുന്ന അപ്പം ഈ നിൽക്കുന്ന ഇനിഷ്യൽ സ്റ്റേറ്റ് ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, അതൊരു ഗോൾ സ്റ്റേറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യും. ഗോൾ സ്റ്റേറ്റ് ആണെങ്കിൽ പിന്നെ നമ്മൾ സെർച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, സക്സസ് ആയി, സ്റ്റോപ്പായി. ഇനിയിപ്പോൾ അല്ല, അത് നമ്മുടെ ഗോൾ സ്റ്റേറ്റ് അല്ല, അങ്ങനെയുള്ള കേസിലാണെങ്കിൽ ഇപ്പോൾ ഇനിഷ്യൽ സ്റ്റേറ്റ് നിൽക്കുകയാണ്, ഇനിഷ്യൽ സ്റ്റേറ്റ് നിന്നിട്ട് നൈബർ സ്റ്റേറ്റുകളെയൊക്കെ നോക്കും. നൈബർ സ്റ്റേറ്റുകളിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഇപ്പം നിൽക്കുന്ന സ്റ്റേറ്റിനേക്കാളും ബെറ്റർ ആണെന്ന് നോക്കും. അങ്ങനെ ബെറ്റർ ആണെങ്കിൽ ആ നൈബർ സ്റ്റേറ്റ് നമ്മുടെ ന്യൂ കറണ്ട് സ്റ്റേറ്റ് ആക്കും. ഇനിയിപ്പോൾ ബെറ്റർ അല്ല എങ്കിൽ പിന്നെയും ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. അതാണ് സിമ്പിൾ ആയിട്ട് പറയുന്നത്. അടുത്ത് നമുക്ക് സ്റ്റീപ്പസ്റ്റ് അസെന്റ് ഹിൽ ക്ലൈംബിംഗ് എന്താണെന്ന് നോക്കാം. സിമ്പിൾ ഹിൽ ക്ലൈംബിംഗ് അൽഗോരിതത്തിൻ്റെ ഒരു വേരിയേഷനാണ് സ്റ്റീപ്പസ്റ്റ് അസെന്റ് അൽഗോരിതം എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു കറണ്ട് സ്റ്റേറ്റിലെ എല്ലാ നൈബറിംഗ് നോഡ്സിനെയും എക്സാമിൻ ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ ഗോൾ സ്റ്റേറ്റിനോട് ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഏത് നൈബറാണോ ആ നൈബറിനെയാണ് സെലക്ട് ചെയ്യുന്നത്. ഇത് മൾട്ടിപ്പിൾ നൈബേഴ്സിന് സെർച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് കൂടുതൽ ടൈം എടുക്കുന്നു. അപ്പോൾ നമുക്കിനി സ്റ്റീപ്പസ്റ്റ് അസെന്റ് ഹിൽ ക്ലൈംബിങ്ങിൻ്റെ അൽഗോരിതം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്, ഇപ്പം നമ്മളൊരു ഇനിഷ്യൽ സ്റ്റേറ്റിൽ നിൽക്കുകയെന്ന് വിചാരിക്കുക. ആ ഇനിഷ്യൽ സ്റ്റേറ്റിനെ ഇവാലുവേറ്റ് ചെയ്യുക. ഇതെന്ന് പറയുന്നതാണ് ഗോൾ സ്റ്റേറ്റ് എങ്കിൽ സക്സസ് റിട്ടേൺ ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക. ഇനി അല്ല എങ്കിലോ ഇപ്പോഴത്തെ കറണ്ട് സ്റ്റേറ്റിനെ ഇനിഷ്യൽ സ്റ്റേറ്റാക്കി സെറ്റ് ചെയ്യുക. ഒരു സൊല്യൂഷൻ ഫൗണ്ട് ചെയ്യുന്ന വരെ, അല്ലെങ്കിൽ കറണ്ട് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാത്ത വരെ ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം സക്സസർ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ആണ്. എന്നിട്ട് ഇപ്പം നിൽക്കുന്ന കറണ്ട് സ്റ്റേറ്റിൻ്റെ ബാക്കിയുള്ള സക്സസർ ഉണ്ടല്ലേ, ആ സക്സസറിനേക്കാളും അതായത് ഇപ്പം SUCC എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ആണെന്ന് കൺസിഡർ ചെയ്യുക. ഇനി ഒരു കറണ്ട് സ്റ്റേറ്റിൻ്റെ എല്ലാ സക്സസറും ഇതിനേക്കാളും ബെറ്റർ ആണെന്ന് വിചാരിക്കുക. എന്നിട്ട് കറണ്ട് സ്റ്റേറ്റിൽ ഓരോ ഓപ്പറേറ്റേഴ്സും അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുന്ന കേസിൽ ഫോർ ഈച്ച് ഓപ്പറേറ്റർ അപ്ലൈസ് ടു ദ കറണ്ട് സ്റ്റേറ്റ്. ഇപ്പോൾ കറണ്ട് സ്റ്റേറ്റിൽ
ഓപ്പറേറ്റർ അപ്ലൈ ചെയ്യുന്ന കേസിൽ എന്താ ചെയ്യേണ്ടത്? പുതിയൊരു ഓപ്പറേറ്റർ അപ്ലൈ ചെയ്യുക, പുതിയൊരു സ്റ്റേറ്റിനെ ജനറേറ്റ് ചെയ്യുക. ആ ജനറേറ്റ് ചെയ്ത സ്റ്റേറ്റ് ന്യൂ സ്റ്റേറ്റിനെ ഇവാലുവേറ്റ് ചെയ്യുക. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു ഗോൾ സ്റ്റേറ്റ് ആണെങ്കിൽ അത് റിട്ടേൺ ചെയ്യുക, ക്വിറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മുടെ സക്ക് എന്ന് പറയുന്ന കമ്പോണൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുക. ഇപ്പോൾ സക്കിനേക്കാളും ബെറ്റർ ആണെങ്കിൽ ന്യൂ സ്റ്റേറ്റ് സക്കായിട്ട് സെറ്റ് ചെയ്യുക. ഇപ്പോൾ സക്കാണ് ബെറ്റർ എങ്കിൽ, കറണ്ട് സ്റ്റേറ്റിനേക്കാളും സക്കാണ് ബെറ്റർ എങ്കിൽ ദെൻ സെറ്റ് കറണ്ട് സ്റ്റേറ്റ് ടു സക്സസർ എക്സിറ്റ് ചെയ്യുക. അപ്പോൾ ഇതിലെങ്ങനെയാണ് പറയുന്നത്? അതായത് ഇപ്പോൾ ഒരു ഇനിഷ്യൽ സ്റ്റേറ്റ് ഉണ്ട്, ആ ഇനിഷ്യൽ സ്റ്റേറ്റിനെ ഇവാലുവേറ്റ് ചെയ്യുക. അതാണ് നമ്മുടെ ഗോൾ സ്റ്റേറ്റ് എങ്കിൽ സക്സസ് ചെയ്യുക, സ്റ്റോപ്പ് ആകുക. അങ്ങനെ അല്ല എങ്കിൽ ആ ഇനിഷ്യൽ സ്റ്റേറ്റിനെ നമ്മുടെ കറണ്ട് സ്റ്റേറ്റ് ആക്കി സെറ്റ് ചെയ്യുക. എന്നിട്ട് ലൂപ്പ് ചെയ്യുക. ഏത് കേസ് വരുന്നത് വരെ, ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടുന്നത് വരെ, ഇല്ലെങ്കിൽ കറണ്ട് സ്റ്റേറ്റ് ഒരിക്കലും മാറാത്തൊരു അവസ്ഥ എത്തുന്നത് വരെ. ഇനി സക്ക് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ് ആണ്. ഇനി ഒരു കറണ്ട് സ്റ്റേറ്റിന്റെ സക്സസർ ഏതെങ്കിലും അപ്പോൾ ഇതിനേക്കാളും ബെറ്റർ ആയിരിക്കാമെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ട്. ഇനി കറണ്ട് സ്റ്റേറ്റിൽ ഓരോ ഓപ്പറേറ്റേഴ്സും അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്യുന്നത് ഒരു ഓപ്പറേറ്റർ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ പുതിയ സ്റ്റേറ്റ് ജനറേറ്റ് ചെയ്യുന്നു. ആ ജനറേറ്റ് ചെയ്ത പുതിയ സ്റ്റേറ്റിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇതെന്ന് പറയുന്നത് ഒരു ഗോൾ സ്റ്റേറ്റ് ആണെങ്കിൽ അവിടെ വെച്ച് റിട്ടേൺ ചെയ്യുകയും ക്വിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇല്ലെങ്കിൽ സക്കുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യുന്നു. ഇനിയിപ്പം ഇത് സക്കിനേക്കാളും ബെറ്റർ ആണെങ്കിൽ പുതിയ സ്റ്റേറ്റ് എന്ന് പറയുന്നത് സക്കാണ്. ഇനി സക്കാണ് കറണ്ട് സ്റ്റേറ്റിനേക്കാളും ബെറ്റർ എങ്കിൽ ദെൻ കറണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് സക്കായിട്ട് സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റീപ്പസ്റ്റ് അസെൻഡ് ഹിൽ ക്ലൈംബിംഗ് അൽഗോരിതത്തിൽ പറയുന്നത്. ഇനി സ്റ്റൊക്കാസ്റ്റിക് ഹിൽ ക്ലൈംബിംഗ് അൽഗോരിതം എന്ന് പറയുമ്പോൾ എന്താണ്? ഈ സ്റ്റൊക്കാസ്റ്റിക് ഹിൽ ക്ലൈംബിംഗ് എന്ന അൽഗോരിതത്തിൻ്റെ പ്രത്യേകത, ഇത് മൂവ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പർട്ടിക്കുലർ നമുക്ക് ഗോളിലേക്ക് മൂവ് ചെയ്യണമല്ലോ. അങ്ങനെ മൂവ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ നൈബേഴ്സിനും ഇത് എക്സാമിൻ ചെയ്യത്തില്ല. പകരം റാൻഡമായിട്ട് ഏതെങ്കിലും ഒരു നൈബറിനെ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ആ പർട്ടിക്കുലർ ആയിട്ടുള്ള ആ നൈബറിനെ നമ്മൾ ചൂസ് ചെയ്യണോ കറണ്ട് സ്റ്റേറ്റ് ആയിട്ട് എന്ന് ഡിസൈഡ് ചെയ്യുന്നു, അതോ മറ്റേതെങ്കിലും സ്റ്റേറ്റിനെ എക്സാമിൻ ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്നു. ഇപ്പോൾ ഇതാണ് സ്റ്റൊക്കാസ്റ്റിക് ഹിൽ ക്ലൈംബിംഗ് അൽഗോരിതത്തിൽ പറയുന്നത്. ഇനി നമുക്ക് ഹിൽ ക്ലൈംബിംഗ് അൽഗോരിതത്തിൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിനെ പറ്റി നോക്കാം. അതിലല്ല പ്രോബ്ലംസ് എങ്ങനെ ഫേസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ലോക്കൽ മാക്സിമം. അപ്പം ഒരു ലാൻഡ്സ്കേപ്പിലെ ഒരു പീക്ക് സ്റ്റേറ്റിനെയാണ് നമ്മൾ ലോക്കൽ മാക്സിമം എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പർട്ടിക്കുലർ സ്റ്റേറ്റ് ബാക്കിയുള്ള നൈബർ സ്റ്റേറ്റിനെ വെച്ച് നോക്കുമ്പോൾ ബെറ്റർ ആയിരിക്കും. പക്ഷെ അതായിരിക്കത്തില്ല ശരിക്കും ഹയർ ആയിട്ടുള്ള വാല്യൂ നമുക്ക് മാക്സിമം പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത്. കാരണം അവിടെ നമ്മുടെ ലാൻഡ്സ്കേപ്പിൽ വേറെ ഒരു സ്റ്റേറ്റ് ഇവിടെ ഉണ്ടായിരിക്കും ഈ ലോക്കൽ മാക്സിമത്തെക്കാളും ഹയർ വാല്യൂ പൊസസ് ചെയ്യുന്ന. അപ്പം ഇതെന്ന് പറയുമ്പോൾ ഇപ്പം എന്താണ് നമ്മൾ ഫിഗറിൽ കാണിക്കുന്ന പോലെ ഇത് കണ്ടോ, ഇവിടെ ഇത് ലോക്കൽ മാക്സിമം ആണ്. ഇതിൻ്റെ ഈ നൈബറിനെ കണ്ടോ, ഇതിനെ വെച്ച് കമ്പയർ നോക്കുമ്പം ഇത് തന്നെയാണ് ഇതിൻ്റെ ഹയസ്റ്റ് വാല്യൂ. പക്ഷേ ഇവിടെ ഈ ലാൻഡ്സ്കേപ്പിൽ വേറെ ഒരു ഹയസ്റ്റ് വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്ന ഈ ലോക്കൽ മാക്സിമത്തിൻ്റെ ഈ ഏജൻറ്റിൽ നിൽക്കുന്ന ഈ പൊസിഷനേക്കാളും ഹയസ്റ്റ് ആയിട്ടുള്ള വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്ന വേറൊരു സ്പേസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് ലോക്കൽ മാക്സിമം എന്ന പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം? ബാക്ക് ട്രാക്കിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത് ലോക്കൽ മാക്സിമം സ്റ്റേറ്റ് സ്പേസ് ലാൻഡ്സ്കേപ്പിൽ വരുന്ന ഇത്തരത്തിലുള്ള ലോക്കൽ മാക്സിമത്തെ സോൾവ് ചെയ്യാനുള്ള ഒരു സൊല്യൂഷനാണ്. അപ്പോൾ കുറേ പ്രോമിസിങ് പാത്തിൻ്റെ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ അൽഗോരിതത്തിന് സെർച്ച് സ്പേസിൽ ബാക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുകയും മറ്റു പല പാത്തുകളെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നു. അടുത്തതാണ് പ്ലാറ്റ്യൂ. എന്ന് പറയുമ്പോൾ എന്താണ്? സെർച്ച് സ്പേസിൽ ഒരു ഫ്ലാറ്റ് ഏരിയയാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കറണ്ട് സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ ആ കറണ്ട് സ്റ്റേറ്റിൻ്റെ എല്ലാ നൈബർ സ്റ്റേറ്റ്സുകൾക്കും സെയിം വാല്യൂ ആയിരിക്കും. അപ്പോൾ എന്ത് പറ്റും? ഇച്ചിരി ഹയസ്റ്റ് ആയിട്ടുള്ള വാല്യൂ ആണെങ്കിൽ മാത്രമല്ല എങ്ങോട്ടെങ്കിലും ഒന്ന് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ, സൊല്യൂഷൻ അങ്ങോട്ട് അതിലൂടെ പോയി എത്തും എന്നുള്ള ഒരു വിചാരത്തിൽ. പക്ഷെ ഇവിടെ ഇപ്പോൾ അതിൻ്റെ നൈബർ സ്റ്റേറ്റും സെയിം വാല്യൂ ആണെങ്കിൽ എന്ത് ചെയ്യാനാ? അപ്പോൾ അവിടെ വെച്ച് ഈ ഹിൽ ക്ലൈംബിംഗ് സെർച്ച് പരാജയപ്പെടും പ്ലാറ്റ്യൂ ഏരിയയിൽ. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ പ്ലാറ്റ്യൂ പോലത്തെ സംഭവങ്ങളൊക്കെ വരാൻ നേരത്ത് ബിഗ് സ്റ്റെപ്പോ അല്ലെങ്കിൽ ലിറ്റിൽ സ്റ്റെപ്പോ സെർച്ചിങ്ങിൽ എടുക്കും ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പം ഒരു പർട്ടിക്കുലർ ഒരു സ്റ്റേറ്റിൽ
ഒരു ഏജിൽ നിൽക്കുകയെന്ന് വിചാരിക്കുക. അപ്പം അതിന് നൈബറിലുള്ള എല്ലാ ഏരിയയും സെയിം വാല്യൂസ് ആണ് പൊസസ് ചെയ്യുന്നതെങ്കിൽ ഒന്ന് വലുതായിട്ട് ഇപ്പം എന്താണ് ഈ ഇപ്പം നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് വെച്ചിട്ടുള്ള ദൂരെയുള്ള ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് ഇത് മൂവ് ചെയ്യുന്നു. എന്നിട്ട് അവിടെ വെച്ച് നോക്കുന്നു വല്ല നോൺ പ്ലാറ്റീവ് ആയിട്ടുള്ള റീജിയൻ ഫൈൻഡ് ചെയ്തോ എന്ന്. ഇനി അടുത്തതാണ് റിഡ്ജസ്. ലോക്കൽ മാക്സിമത്തിൻ്റെ ഒരു സ്പെഷ്യൽ ഫോം തന്നെയാണ് ഈ റിഡ്ജ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുമ്പോൾ സറൗണ്ടിങ് ആയിട്ടുള്ള ഏരിയസിനേക്കാളും ഇതിനൊരു ഏരിയ ഉണ്ട് ഹയർ ആയിട്ടുള്ള. മാത്രമല്ല ഇതിന് സ്ലോപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് സിംഗിൾ മൂവിൽ ഇതിന് ഒരിക്കലും റീച്ച് ചെയ്യാനും പറ്റുകയില്ല. അപ്പം ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? ബൈ ഡയറക്ഷണൽ സെർച്ച് ഉപയോഗിക്കാം, ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാനായിട്ട്. അങ്ങനെ നമുക്ക് ഈ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ഹിൽ ക്ലൈമ്പിംഗ് അൽഗോരിതത്തെ പറ്റി കുറച്ച് കൺസെപ്റ്റ്സുകളാണ്. നിങ്ങൾക്ക് ഈ ടോപ്പിക്കിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.